നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. സഹകരണ പ്രസ്ഥാനങ്ങളെ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് കെ രാധാകൃഷ്ണൻ MP. തദ്ദേശ സ്ഥാപനങ്ങളിൽ സർക്കാർ അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ കളക്ടറേറ്റ് ധർണ നടത്തി. ജനഹിതം മറന്ന ജാതീയ വിദ്വേഷത്തിനാണ് CPM ശ്രമിക്കുന്നതെന്ന് MT രമേശ്. റേഷൻ വ്യാപാരികൾ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക്. വാർത്തകൾ വിശദമായി. ജില്ലാ സഹകരണ പ്രിന്റിംഗ് പ്രസിന്റെ നവീകരിച്ച കെട്ടിടം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സഹകരണ പ്രിന്റിംഗ് പ്രസ് പ്രസിഡന്റ് വി പൊന്നുകുട്ടൻ അധ്യക്ഷനായി. സഹകരണ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ജില്ലാ സഹകരണ പ്രസിന്റെ പ്രവർത്തനം മികച്ചതാണെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളിച്ചാണ് കെട്ടിടം നവീകരിച്ചത്. പ്രസിന്റെ മുൻ ഭാരവാഹികളെ റൈസ് പാർക്ക് ചെയർമാൻ CK രാജേന്ദ്രൻ ആദരിച്ചു. മീറ്റിംഗ് ഹാൾ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ P ഉദയൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ TK നൌഷാദ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ AV ധനുഷ, പാലക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് C ബാലൻ, കേരള ബാങ്ക് IDDP പ്രോജക്ട് മാനേജർ രാമദാസ്, N രാജേഷ്, C കൃഷ്ണകുമാർ, D ജയദേവൻ, N രജനി എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമ്പത്ത് സർക്കാർ കവർന്നെടുത്തത് ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വിഘാതമായതായി അഡ്വക്കേറ്റ് N ശംസുദ്ദീൻ. 15ാമത്തെ പ്രവൃത്തി ദിവസം വരണം. അപ്പൊ കൊടുത്തു തൽക്കാലത്ത് സമാധാനിപ്പിച്ചു. ഇതൊക്കെ കേരളത്തിന് കേട്ടുകേൾവിയുള്ള കാര്യങ്ങളാണ്. അതാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയും ഒരു മേഖലയിലും സർക്കാരിന് ഒരു മികവ് പറയാനുണ്ട്. ആശുപത്രിയിലെ ചികിത്സകൾ കാസ്പ് ഞങ്ങൾ എടുക്കില്ല എന്ന് എല്ലാ ആശുപത്രികളും ബോർഡ് വെച്ചിരിക്കുകയാണ്. എത്രയോ പാവങ്ങൾ വിളിക്കുകയാണ്. 10,000 രൂപക്ക് മേൽ ചികിത്സാ ചെലവ് വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. കാസ്പ് എടുക്കുന്നില്ല, സൗജന്യ ചികിത്സകളില്ല. മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചു. എന്താ കാരണം? സ്റ്റെഡ് ഉണ്ടല്ലോ, ഈ ബ്ലോക്ക് നീക്കാനെടുത്ത സ്റ്റെഡ് വാങ്ങിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജ്, കേരളത്തിലെ പ്രഗത്ഭമായ മെഡിക്കൽ കോളേജുകളൊക്കെ അവർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. ഗുണ്ടകളും പോലീസും കൈകോർക്കുന്ന കേരളത്തിൽ വികസനവും സമാധാനവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശംസുദ്ദീൻ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം ബജറ്റിലും വാഗ്ദാനത്തിലും മാത്രമാണുള്ളത്. മഴക്കാലത്തിന് മുമ്പ് ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ 7,500 കോടി നൽകുമെന്ന് പറഞ്ഞെങ്കിലും കൊടുത്തത് പാതി മാത്രമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സർക്കാർ വിഹിതം നൽകുന്നില്ലെന്ന് മാത്രമല്ല, തദ്ദേശ ഫണ്ട് കവർന്നെടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മാനവീയവും കേരളീയവും ധൂർത്തും നടത്തി കോടികൾ തുലയ്ക്കുന്ന സർക്കാർ സാധാരണ ജനജീവിതത്തെ മറക്കുകയാണ്. സർക്കാരിന്റെ ജനദ്രോഹത്തിനുള്ള മറുപടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. PA ഷാജിദ അധ്യക്ഷത വഹിച്ചു. ലീഗ് നേതാക്കളായ മരക്കാർ മാരായമംഗലം TA സിദ്ദിഖ്, ഗഫൂർ കോൾക്കളത്തിൽ, MS നാസർ, V മുഹമ്മദ് അലി, MH മുജീബ് റഹ്മാൻ എന്നിവരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും സംസാരിച്ചു. ജനഹിതമറിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് പകരം CPM ജാതീയ വിദ്വേഷത്തിനാണ് ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സംസ്ഥാന സമിതി കർഷക മോർച്ചയുടെ സംസ്ഥാന സമിതിയാണ് പാലക്കാട്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഓരോ സമയത്ത് ഓരോ ജില്ലയിലായിരിക്കും. പാലക്കാട് വെച്ച് സംസ്ഥാന സമിതി കൂടുന്നതിന് പ്രത്യേകിച്ചൊരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാരണമൊന്നും എന്തായാലും ഇല്ല. CPM കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ ശേഷം അവരുടെ നേതൃത്വം സ്വീകരിക്കുന്ന സമീപനം കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം ഏറെ വഷളാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു ജാതി യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം SNDP യോഗ നേതൃത്വത്തിനെതിരായി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വലിയ തോതിൽ കേരളത്തിൽ ജാതീയ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ കൂടെ ഭാഗമാണ്. നേരത്തെ കേരളത്തിലെ ഭൂരിപക്ഷ ജനസമൂഹത്തിനെതിരായിട്ടായിരുന്നു
CPM നിലപാട് സ്വീകരിച്ചതെങ്കിൽ ക്രിസ്തീയ സഭകളെയും SNDPയെയും CPM അധിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും MT രമേശ് പാലക്കാട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചെറുതല്ലാത്ത തോൽവിയാണ് LDFനും പ്രത്യേകിച്ച് CPMനും സംഭവിച്ചത്. യാഥാർത്ഥ്യം തിരിച്ചറിയുകയും തോൽവി അംഗീകരിക്കുകയും ചെയ്യുന്നതിന് പകരം വംശീയ അധിക്ഷേപങ്ങൾക്കാണ് CPM തയ്യാറാവുന്നത്. BJPയെ സഹായിച്ചവരെ സംരക്ഷിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 തവണ സമരം ചെയ്തിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല സമീപനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ റേഷൻ വ്യാപാരികൾ. അടുത്ത മാസം പകുതിയോടെ കടകൾ പൂർണ്ണമായി അടച്ചിട്ട് സമരം ചെയ്യാനാണ് റേഷൻ കോർഡിനേഷൻ സമിതിയുടെ നീക്കം. സമരത്തിലേക്ക് പോയാൽ ഓണക്കാലത്ത് പൊതുവിതരണ രംഗം വലിയ പ്രതിസന്ധിയിലായേക്കും. സമരത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ താലൂക്ക് തലത്തിൽ സമിതി ചർച്ച തുടങ്ങി. കട അടച്ചുള്ള സമരം നടത്തിയിട്ടും സർക്കാരിന് കണ്ണു തുറന്നില്ല. റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകിയതല്ലാതെ തീരുമാനമൊന്നും സർക്കാർ തലത്തിൽ ഉണ്ടായില്ല. വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ നൽകുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ ഒന്നും സർക്കാർ ഇടപെടാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ വ്യാപാരികൾ ഒരുങ്ങുന്നത്. അതേസമയം വിദഗ്ധ സമിതി റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രിയുടെ പക്കൽ എത്തിയെങ്കിലും അന്തിമ തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഓണമടക്കമുള്ള ഉത്സവ സീസണുകൾ വരാനിരിക്കെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോയാൽ പൊതുവിതരണ രംഗം പ്രതിസന്ധിയിലായിരിക്കും. സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് താലൂക്ക് തലത്തിൽ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതിയുടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അരി അടക്കമുള്ള ധാന്യങ്ങളുടെ കുറവ് റേഷൻ കടകൾ നേരിടുന്നു. ഈ മാസം ഇതുവരെ 45 ലക്ഷത്തോളം ആളുകൾ റേഷൻ വാങ്ങി. 95 ലക്ഷത്തോളമാണ് കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകളുടെ എണ്ണം. ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ച് പറയുന്നവർക്ക് മണ്ണിനടിയിൽപ്പെട്ടവരെ രക്ഷിക്കാൻ കഴിയാത്തത് രാജ്യത്തിന് തന്നെ നാണക്കേടാണെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം SB രാജു. അതിനുശേഷം 3ാമത്തെ ദിവസം കേരള ഗവൺമെന്റ് അറിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഗതാഗത മന്ത്രി ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷമാണ് കർണാടകത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പേരിനെങ്കിലും 2 3 JCBയെ രംഗത്തിറക്കിയത്. അവിടെ അർജുൻ മാത്രമല്ല 6-7 മനുഷ്യജീവനുകൾ ആ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവരെ രക്ഷിക്കാൻ ഒരു പരിശ്രമവും നടത്താൻ കർണാടകത്തിലെ ഗവൺമെന്റ് തയ്യാറായില്ല, ഭരണാധികാരികൾ തയ്യാറായില്ല. കേരളത്തിലാണ് ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ, മത്സ്യത്തൊഴിലാളികൾ മുതൽ ചുമട്ടുതൊഴിലാളികൾ വരെ എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ആ ജീവൻ രക്ഷിക്കാൻ, തിരിച്ചുപിടിക്കാൻ യുദ്ധകാല സാഹചര്യത്തിലെ പോലെ രംഗത്ത് വരുമായിരുന്നു. കോഴിക്കോട് സ്വദേശി ഡ്രൈവർ അർജുനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ ഹെവി ഡ്രൈവേഴ്സ് യൂണിയൻ CITU നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി ദുരന്തത്തിൽ അർജുനെയും മറ്റും ചിലരെയും കാണാതായിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. അത്യാധുനിക സംവിധാനങ്ങളെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവർക്ക് അർജുനെയും മറ്റുള്ളവരെയും കണ്ടെത്താനാവാത്തത് നാണക്കേടാണ്. കുടുംബങ്ങളുടെ വിലാപം കാണാൻ കഴിയാത്ത കർണാടക കേന്ദ്ര സർക്കാരുകൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് തന്നെ കേരള സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടാണ്. മത്സ്യത്തൊഴിലാളികൾ മുതൽ ലോഡിംഗ് തൊഴിലാളികളെ വരെ രംഗത്തിറക്കിയാണ് കേരളം പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടത്. ഓഫീസ് സമയം പോലെയല്ല പ്രകൃതി ദുരന്തങ്ങളെ നേരിടേണ്ടതെന്ന് കേരളം മാതൃകാപരമായി കാണിച്ചു തന്നതാണെന്നും SB രാജു പറഞ്ഞു. CITU ജോയിന്റ് സെക്രട്ടറി K സുരേഷ് അധ്യക്ഷത വഹിച്ചു. N ചൊക്കനാഥൻ, പ്രിന്റോ, M ബിനുകുമാർ, K ഗിരീഷ്, ഗോപാലൻ, ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. വാഹനങ്ങളുടെ പുകപരിശോധന കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ 2000 രൂപയാണ് പിഴ, 2ാം തവണ 10,000 രൂപയും. പാർക്കിംഗ് ഇല്ലാത്തിടത്ത് വാഹനം നിർത്തിയിട്ടാൽ പോലും ആ കുറ്റത്തോടൊപ്പം എല്ലാ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ഈ നിർദ്ദേശപ്രകാരം ലൈസൻസ്, ഇൻഷുറൻസ്, പുകപരിശോധന സർട്ടിഫിക്കറ്റ് രൂപമാറ്റം വരുത്തിയത്, കൂളിംഗ് ഫിലിം ഒട്ടിച്ചത്, നമ്പർ പ്ലേറ്റിലെ രൂപമാറ്റം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. വാഹനത്തിന്റെ ഫോട്ടോ സഹിതമാണ് കുറ്റപത്രം തയ്യാറാക്കേണ്ടതെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പോലീസ് സേനയെ പോലെ മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാരും ഇനി മുതൽ വാഹന പരിശോധനയ്ക്കായി നിരത്തിലുണ്ടാകും. പുകപരിശോധനയ്ക്ക് ഊന്നൽ നൽകിയാകും പ്രവർത്തനം. നിരത്തുകളിലുള്ള ഏറെ വാഹനങ്ങൾ പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ
സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ? കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. വാർത്തകൾ തുടരുന്നു. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ ഗുരുപൂർണിമ ദിനത്തിൽ നടത്തിയ ദിനാചരണം NSS കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിനേക്കാൾ ഒരു ഡിഗ്രി കുറഞ്ഞാണ് നിൽക്കുകയെന്ന് അതുപോലെയാണ് പറയുക. അവിടുത്തെ കരയോഗങ്ങളൊക്കെ പോലെ തന്നെ ശക്തമല്ല തെക്കൻ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കരയോഗങ്ങൾ എന്ന് പറയാമെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്തി യൂണിയൻ പ്രസിഡന്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, ശ്രുതി ശ്യാം, മുൻ MLA KA ചന്ദ്രൻ, പ്രതിനിധി സഭാംഗങ്ങളായ R സുകേഷ് മേനോൻ, C കരുണാകരൻ ഉണ്ണി, V രാജ്മോഹൻ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ R ശ്രീകുമാർ, P നടരാജൻ, P സന്തോഷ് കുമാർ, K ശിവാനന്ദൻ, മോഹൻദാസ് പാലാട്ട്, R ബാബു സുരേഷ്, KP രാജഗോപാൽ, T മണികണ്ഠൻ, U നാരായണൻകുട്ടി, M ഉണ്ണികൃഷ്ണൻ, V ജയരാജ്, ARG, C വിപിനചന്ദ്രൻ, M സുരേഷ് കുമാർ, ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി KB ജയചന്ദ്രൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് J ബേബി ശ്രീകല, സെക്രട്ടറി അനിത ശങ്കർ എന്നിവർ പ്രസംഗിച്ചു. ഗുരുപൂർണിമ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളും മുതിർന്നവരുമായി 1500ഓളം പേർ പങ്കെടുത്ത ജ്ഞാനപ്പാന ആലാപനം ശ്രദ്ധേയമായിരുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു വിതരണം ബുധനാഴ്ച തുടങ്ങും. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിനായി 900 കോടി അനുവദിച്ചു. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കും. അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസം പെൻഷൻ നൽകി വരുന്നു. ദളങ്ങൾ 81 കൊട്ടില ഗവൺമെന്റ് ഹൈസ്കൂൾ 10ാം ക്ലാസ് കൂട്ടായ്മ വാർഷിക ജനറൽ ബോഡിയും കലാപരിപാടികളും 7ാം കൊട്ടീക്കൽ ഏഴിലത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. സെക്രട്ടറി സുരേഷ് വല്ലിയോട്ട് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് പ്രദീപൻ നേർമാൽ അധ്യക്ഷത വഹിച്ചു. സാവിത്രി നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. 60ഓളം പേർ പങ്കെടുത്തു. അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ മികവ് പുലർത്തിയവയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ? കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. കൊടുവായൂർ GBLP സ്കൂൾ വൈവിധ്യങ്ങളായ പരിപാടികളോടെ ചാന്ദ്രദിനം ആചരിച്ചു. 3ാം തരത്തിലെ നിവേദ്യ N അവതരിപ്പിച്ച ചാന്ദ്രദിന ഗാനത്തോടെ ആരംഭിച്ച പരിപാടി കൊടുവായൂർ AMSMM TTI പ്രിൻസിപ്പൽ VN ജ്യോതി ഉദ്ഘാടനം ചെയ്തു. ചാന്ദ്രദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളുമായി അവർ സംവദിക്കുകയും ചെയ്തു. സീനിയർ അധ്യാപകൻ ഷീൻചന്ദ്രൻ അധ്യക്ഷനായി. കുട്ടികൾ തയ്യാറാക്കിയ പതിപ്പുകൾ, പോസ്റ്റർ, റോക്കറ്റുകളുടെ നിശ്ചല മാതൃകകൾ എന്നിവയുടെ പ്രദർശനവും നടന്നു. 2ാം തരത്തിലെ മുഹമ്മദ് സഫാൻ, UKGയിലെ ദിൽജിത്ത് ദീപു എന്നിവർ നീൽ ആംസ്ട്രോങ്ങിന്റെയും എഡ്വിൻ ആൽഡറിന്റെയും വേഷത്തിൽ ചടങ്ങിലെത്തിയത് കുട്ടികൾക്ക് കൗതുകമായി. തുടർന്ന് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കാവ്യാലാപനം, പ്രസംഗം, കഥ, കടങ്കഥ എന്നിവ കുട്ടികൾ അവതരിപ്പിച്ചു. തുടർന്ന് വീഡിയോ പ്രദർശനം, മെഗാ ക്വിസ് എന്നിവയും സംഘടിപ്പിച്ചു. ശ്രീഹരി, ശ്രീറാം സഹോദരങ്ങൾ തയ്യാറാക്കിയ ചന്ദ്രയാൻ
3 വലിയ നിശ്ചല മാതൃക കുരുന്നു കണ്ണുകളിൽ അത്ഭുതമുളവാക്കി. വിശ്വ ഹിന്ദു പരിഷത്ത് പാലക്കാട് പ്രഖണ്ഡ് വർഷാരംഭ ബൈഠക് പാലക്കാട് മാതൃജ്യോതിയിൽ നടന്നു. ജില്ലാധ്യക്ഷൻ ബി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബൈഠക്കിൽ വിഭാഗ് സെക്രട്ടറി സി രവീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി സി ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റുമാർ പ്രഭാകരൻ മാഷ്, മുരുകേശൻ എന്നിവർ മാർഗനിർദ്ദേശം നൽകി. പ്രഖണ്ഡ് സെക്രട്ടറി പ്രവീൺ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രഖണ്ഡ് പ്രസിഡന്റ് അനു വരാൻ പോകുന്ന പരിപാടികളും അടുത്ത വർഷത്തെ ലക്ഷ്യവും അവതരിപ്പിച്ചു. ആലത്തൂരിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം ശിലാസ്ഥാപന കർമ്മം MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പുതിയങ്കത്ത് നാട്ടുകാരുടെ വിവിധ ആരോഗ്യ സേവനങ്ങൾ വീടിനു സമീപത്ത് തന്നെ ലക്ഷ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കുന്ന ആരോഗ്യ ഉപകേന്ദ്രം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ജനകീയ ആരോഗ്യ കേന്ദ്രം പുതിയങ്കം പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. പരിപാടിയിൽ ആലത്തൂർ MLA KD പ്രസേനൻ മുഖ്യപ്രഭാഷണം നടത്തി. ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനിയെ അധ്യക്ഷതയും വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവയ്ക്കൽ സ്വാഗതവും പറഞ്ഞു. ആശംസകൾ അറിയിച്ചുകൊണ്ട് രജനി ബാബു, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസീല S, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീല ശശി വാർഡ് മെമ്പർ, കനകാംബരൻ വാർഡ് മെമ്പർ, ദിമിത്രോ KG സെക്രട്ടറി ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവർ സംസാരിച്ചു. രാജേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. KK അംബുജാക്ഷൻ സ്മൃതിയും പുരസ്കാര സമർപ്പണവും 28-ന് 3 മണിക്ക് കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ ഹാളിൽ നടക്കും. ചരിത്രാന്വേഷകൻ, സാംസ്കാരിക പ്രവർത്തകൻ, പ്രകൃതി ചികിത്സാ വിദഗ്ധൻ, യുക്തിവാദി തുടങ്ങിയ നിരവധി മേഖലകളിൽ 4 പതിറ്റാണ്ടുകാലം പ്രവർത്തിക്കുകയും സംഭാവനകൾ നൽകുകയും ചെയ്ത് നമ്മെ വിട്ടുപിരിഞ്ഞ KK അംബുജാക്ഷന്റെ 4ാം സ്മൃതി ദിനം 2024 ജൂലൈ 28-ന് ഞായറാഴ്ചയാണ്. അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ ഹാളിൽ അനുസ്മരണ സമ്മേളനവും സ്മൃതി പുരസ്കാര സമർപ്പണവും നടത്തും. അനുസ്മരണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴത്തിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര ജേതാവ് VK ശ്രീധരന് ഉപഹാര സമർപ്പണവും MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ നിർവഹിക്കും. നഗരസഭാ അധ്യക്ഷ TK ഗീത മുഖ്യ അതിഥിയായിരിക്കും. TM നാസർ, P രാമൻകുട്ടി, TK ഗംഗാധരൻ, PV അഹമ്മദ് കുട്ടി, PA സീതി മാസ്റ്റർ, ON ജയദേവൻ എന്നിവർ സംസാരിക്കുന്നതാണ്. തെരഞ്ഞെടുത്ത 5 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. അപകടക്കെണിയായി പുഴക്കടവുകൾ. 10 വർഷത്തിനിടെ പുഴയെടുത്തത് 15ഓളം പേരുടെ ജീവൻ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഗായത്രി പുഴയിലെ തരൂരിനും പഴമ്പാലക്കോടിനും ഇടയിലുള്ള കടവുകളിൽ ഇറങ്ങിയ 15ഓളം പേരെ പുഴയെടുത്തിട്ടുണ്ട്. ആദ്യ പ്രളയത്തിൽ കുരുത്തിക്കോട് തടയണ തകർന്ന് കരയിലെ മണ്ണിടിഞ്ഞ പുഴയ്ക്ക് വീതി കൂടിയിരുന്നു. പുഴ ഗതി മാറി ഒഴുകിയതും കുത്തൊഴുക്ക് വർദ്ധിച്ചതുമാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. കുരുത്തിക്കോട് തടയണയ്ക്ക് 2 കിലോമീറ്റർ അകലെയാണ് മംഗലംപുഴ ഗായത്രി പുഴയിൽ ചേരുന്നത്. 4 കിലോമീറ്റർ അകലെയുള്ള ചീരക്കുഴി ഡാം തുറന്നുവിട്ടതും പുഴ നിറഞ്ഞു കവിയാൻ കാരണമായി. കുരുത്തിക്കോടിന് സമീപമുള്ള പഴമ്പാലക്കോട് കൂമ്പൻകടവിൽ വിദ്യാർത്ഥികൾ അടക്കം 8ഓളം പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. വീട്ടിലെത്തിയ സഹപാഠിയും ഒന്നിച്ച് പാറപ്പുറത്തെ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് സഹോദരങ്ങൾ അടക്കം 3 പേർ മരിച്ചത്. NCC ക്യാമ്പിനെത്തിയ വിദ്യാർത്ഥികളും ഇവിടെ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. പാറപ്പുറത്തെ വഴുക്കലാണ് അന്ന് വില്ലനായത്. കുരുത്തിക്കോട് പാലത്തിൽ നിന്ന് പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ടയാളും മരിച്ചിട്ടുണ്ട്. 20 വർഷം മുമ്പ് പുഴയിൽ മുങ്ങിപ്പോയ ആളിന്റെ മൃതദേഹം പോലും കിട്ടിയിരുന്നില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ പ്രസ്ഥാനങ്ങളെ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് K രാധാകൃഷ്ണൻ MP.
തദ്ദേശ സ്ഥാപനങ്ങളിലെ സർക്കാർ അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ കളക്ടറേറ്റ് ധർണ നടത്തി. ജനഹിതം മറന്ന ജാതീയ വിദ്വേഷത്തിനാണ് CPM ശ്രമിക്കുന്നതെന്ന് MT രമേശ്. റേഷൻ വ്യാപാരികൾ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.